രാവിലെ ജിമ്മിന്ന് ഞാൻ CC ക്യാമറ നോക്കുമ്പോൾ ഒരാൾ വടി എടുത്തിട്ട് പെരട 4 പുറം നടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരാണെന്ന്. എന്തായിരുന്നു നിങ്ങൾ വടി എടുത്ത് 4 പുറം നടന്നിരുന്നത്? പാമ്പോ? അപ്പൊ ഈ പെരയിൽ നിങ്ങളും പാമ്പ് ഒറ്റക്ക? എന്ത് പാമ്പാണത്? വെള്ളിക്കട്ടനാണ്. എവിടെ കൊണ്ടേ വിട്ടാളെ? എവിടെ പാർക്ക് ചെയ്ത്? ഏതിനെ പോയി? അങ്ങോട്ട് പോയി. എങ്ങനെ കണ്ടോള്? അത് ഞാൻ എന്റെ കൂടി ഞാനിങ്ങനെ ആട്ടി പോണൊന്നുമില്ല. ചേര എനിക്ക് ഓടൂലേ. ഞാന് താഴത്തപ്പേരെ പോയി വന്നിട്ട് തുണികൾ തോരയിട്ട് വെച്ച് തുണികൾ എടുത്തു. അപ്പൊ ഇവിടെ ഒരു ചേരട്ടുണ്ട്. അതിന് ഞാൻ കോരിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടു. അപ്പൊ ഒന്നാ പാമ്പില്ല. എവിടെ ചാടിന്ന് വെച്ചറിയില്ല. പാമ്പിനൊന്ന് കണ്ടുവരാലേ? ഇത് കണ്ടോ? ഞാൻ ക്യാമറയിൽ കണ്ടു. ആള് കേറാൻ നോക്കുന്നുണ്ട്, കേറാൻ പറ്റുന്നില്ല. അങ്ങോട്ട് ഇങ്ങനെ കൊണ്ട് ആട്ടി കൊണ്ട് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കൊല്ലു അല്ലെങ്കിൽ പൊയ്ക്കോറുള്ളൂ പാമ്പിനോട്. അപ്പൊ എന്റെ ജീവൻ കിട്ടണമെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ കൊല്ലുമ്പോ. അതൊക്കെ കേൾക്കാണ്ട് ക്യാമറയിലൊക്കെ ഉണ്ട്, പറിച്ച് സംസാരമൊക്കെ ഉണ്ട്. പാമ്പിനോട് വർത്താനം പറയാം. ഇവിടെ ആരും വർത്താനം പറയണ്ട. ആരാള് പാമ്പിന് തോന്നണ്ടല്ലോ. അതിലിങ്ങനെ ആട്ടി അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ആ പൊത്തുക്കടത്തെ കേറിച്ചിട്ട് ഈ ഇതുമ്പോ 4 അടി കൊടുത്തപ്പോ അങ്ങനെ പോന്നിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ആളെ കാണാനില്ല. അപ്പൊ എന്റെ പൂജ എന്താ അപ്പുറത്തുകട കയറി പോയിട്ടുണ്ടാവിച്ചിട്ട് വാലിനൊക്കെ 4 കൊട്ടി കൊടുത്തപ്പോ ഞാൻ പിന്നെ തുണികൾ തോരയിടാൻ വേണ്ടിയും ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ അതേനെ പോയിട്ട് തുണികൾ തോരിട്ടിട്ട് ഇതേ വെറ്റേച്ച് നോക്കുമ്പോ എന്താ അവിടുന്ന് ഇങ്ങോട്ടന്നെ വരുന്നു. പിന്നെ അവിടുന്ന് വടി എടുത്തിട്ട് ആട്ടി ഇനി വണ്ടിമ്മ കയറണ്ട വെച്ചിട്ട് അതേനെ കൊണ്ടുപോയിട്ട് റോട്ടിൽ കാക്കി വഴി കാണിച്ചു കൊടുത്തു. അത് ഇവിടുന്ന് എവിടുന്നോ ഇതിന്റെ ഉള്ളിൽ കട ചാടാതെ വാങ്ങുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്നും ചാടില്ല. ആദ്യം തുറന്നിട്ടിരുന്നോ? ഇല്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചാടുവോ? അത്ര അത് ചാടാലോ. ഇതിന്റെ ഉള്ളിൽ കട നെറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നെറ്റ് തന്നെയല്ലേ കാണുന്നത്? ഒരു നെറ്റല്ലല്ലോ. ഇങ്ങനെ പൊത്തുകട പോകുമ്പോ പോലെ ഇവിടെ ഇങ്ങനെ ചെവി ഇങ്ങോട്ട് ഇതാക്കൂല്. അതിന് തുണിമറി ചാടിയാതൊന്നും അറിയില്ല. തുണി കൊടുന്ന തുണിയിലുണ്ടാവും ചിലപ്പോ. മറ്റേ ഹൗസിലില്ലേ കൊടുക്കൂലേ? അല്ലാതെ ഞാൻ വന്നിട്ട് കൊട്ടയൊക്കെ കൊട്ടിയായിരുന്നു ഇവിടെ? ഇല്ല, അതൊക്കെ കഴിഞ്ഞിട്ടാ കൊട്ടിയത്. അത് വെച്ച് തോന്നി ഞാൻ തുണിമത്തച്ച വന്നിക്കണ്. തുണി ഞാൻ എടുത്തിട്ട് ഞാൻ തോൾക്കട ഇട്ടു. അപ്പോഴൊന്നും അത് പാമ്പില്ല. പിന്നെ നിങ്ങൾ പോകുന്നപ്പോ നോക്കുമ്പോ ഇവിടെ കിടക്കണം. പിന്നെ വേഗം തുണികൾ ഇവിടെ വെച്ചിട്ട് വടി എടുത്തിട്ട് ഇങ്ങനെ ആട്ടി പോയി. കൊല്ലാൻ പേടിയുണ്ടേലും ഓ ചത്തില്ലെങ്കിലോ കൊല്ലം ചെയ്തില്ല. നമ്മളത് ചോദിച്ചിട്ടില്ലല്ലോ. പകുതി ജീവൻ കൊണ്ട് പാമ്പ് മണ്ടിയതാണ്. ഗൈസ്, ഉമ്മ പാമ്പിനെ കണ്ടതേ CCTVയിൽ കറക്റ്റ് കുടുങ്ങിക്കണേ. അപ്പോഴേ ഉമ്മ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഈ ഒരു ആരോ മാർക്കുള്ളടത്ത് കണ്ട ഒരു പാമ്പ് പോണത് ഇതാണ് പാമ്പ്. ഇത് ഇതിനെ വന്നു എന്നുള്ളതൊരു പിടുത്തമല്ല. ആളെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാമ്പ് തന്നെയാണ്. കറുപ്പ് നിറത്തിലാട്ടോ സാധനമുള്ളത്. നിങ്ങൾക്ക് അവിടെ നേരെ കാണുന്നത് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാട്ടോ ഈ കാണിച്ചു തരുന്നത്. പാമ്പ് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ അതിന് പറ്റുന്നില്ല. വെള്ളിയാഴ്ച ആയിട്ട് എന്താണ് സ്പെഷ്യൽ? ചിക്കനും മീനൊന്നുമില്ല. മീനും ഇറച്ചിയൊന്നുമില്ല. ഞാൻ ഒറ്റക്കല്ലേ. ആൾക്കാര് ആരെ പറഞ്ഞാല് ആളുണ്ടെങ്കിലല്ലേ കോളുണ്ട് പറഞ്ഞ മാതിരി. ആളുണ്ടെങ്കിലല്ലേ കോളുണ്ടാവുള്ളൂ. നമ്മക്കെന്താ നല്ല മുരിങ്ങ താളിപ്പാണ് കഴിക്കുന്നത്. വേറെന്താ? വേറൊന്നുമില്ല. മീൻ വാങ്ങണോ? മീൻ വാങ്ങാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ വരുമ്പോ മീനൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണല്ലോ കേറുന്നത്. അങ്ങോട്ട് ഓട്ടയിക്കണം കേട്ടോ. അന്ന് ഞാൻ അവിടെ ആയിരുന്നു ഓട്ടം. ഞാനൊരു ടൈൽസിന്റെ അത് കുത്തിയപ്പോ വന്നിരുന്നില്ല. ഇപ്പൊ നോക്കിക്ക, ഈ സാധനം ഇട്ടോണ്ട് ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ താഴെ പോകുന്നുണ്ട്. ആരുടെ ഉള്ളിൽ പോകുന്നു തോന്നുന്നത്. ഇതേനെ പോയി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ അതുവരെ എത്തിയിട്ടുണ്ട്. ഏതുവരെ? അതുവരെ ഈ 4 പോലത്തെ പൊന്തൊക്കെ ഒന്നുണ്ട് പെട്ടെന്നായിരുന്നു. നാളെ ബായിനെ വിളിച്ചിട്ട് 4 പോലത്തെ പൊന്ത് പെണ്ണുങ്ങളെ പിരാന്ത് കാണും നിങ്ങൾക്ക്. ഇതാ ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചെടുക്ക.
വലിയ വലിയ പെട്ടി കൊണ്ടുവരിക, റിട്ടേൺ അയക്കുക. ഇതിലൂടെ ഇനി എന്താ സാധനം എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. ഇത് പിന്നെ കുറച്ച് സ്നാപ്ഡീലിൻ്റെ സാധനങ്ങളാണ്, നമുക്ക് വീഡിയോ ചെയ്യാനുള്ളതാണ്. അല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ. ഇത് മുകളിലത്തെ റൂം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. മുകളിലത്തെ റൂം എന്താ പറയുക, ഇവിടുത്തെ ഓരോ പിരാന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാണ്ട് മൊബൈൽ നോക്കുക, സെർച്ച് ചെയ്യുക, എന്നിട്ട് നോക്കുക ഇതേമാതിരി ബൊമ്മക്കുട്ടിയും റോസ് തലയണയും പിന്നെ ഇതേമാതിരത്തെ പൂക്കളോ ഇതിങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ നിസ്കാര റൂമിൽ വരെ ട്രെൻഡല്ല, കാണാനൊക്കെ ഒരു വൃത്തിയൊക്കെ തന്നെയാണ്, കണ്ടില്ലേ. അങ്ങനെ ഓരോ പൂക്കളും നിസ്കാര റൂമിൽ നിർത്താൻ അതേമാതിരി തലയണ, അതേമാതിരി മുകളിൽ തലയണ, ഫ്രെയിംസ്. പിന്നെ എന്തായാലും ആ ഒരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഫുള്ളായിട്ടില്ല, ഇനി എന്തോ പ്ലാന്റ് കൂടി വരാണ്ട്. ഇതിൻ്റെ ബാക്കി ഇലകളൊക്കെ എവിടെ? ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പെരയിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മറ്റേത് മക്കളുടെ തൊള്ളയും വെളിയും കുട്ടികളെ കരച്ചിലും അപ്പം നമുക്ക് ഭയങ്കര കരയത് ഒരു കരച്ചിലും പിരിച്ചിലും ഒരു തൊയിലും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓല ഇതാക്കും. പക്ഷെ ഓല ആ സൗണ്ടും കരച്ചിലും ഇതൊന്നും നമുക്ക് മിസ്സാവുന്നത് ഓല ഇവിടെ ഇല്ലാത്തപ്പോഴാണ്. അതിനിപ്പോൾ ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും 3 ദിവസമാണെങ്കിലും ഇനി കുറച്ച് മണിക്കൂറുകളാണെന്നുണ്ടെങ്കിലും പെരേന്നാണ്ട് മാറി നിൽക്കുമ്പോൾ ആരും ഇല്ലാതെ നിൽക്കുമ്പോൾ ഇത്രയും വലിയ പെരയിൽ നിൽക്കുമ്പോൾ ആകെ പീരാന്താവും കഴിച്ച്. നമുക്ക് വലിയ പെരയിലോ അല്ലാതെ ഒരുപാട് റൂമുകളിലോ അല്ലെങ്കിൽ AC അതൊന്നുമല്ല, നമുക്ക് പെരയിൽ എപ്പോഴും ആളും വെളിച്ചവും ഒക്കെ വേണം. അപ്പോഴാണ് ആ ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും. അപ്പോൾ കണ്ടോ ഈ പെരയിൽ ഇപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്. അതേമാതിരി വണ്ടിക്ക് വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇനി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും മനുഷ്യനും ഇല്ല, ആ ഒരു ഓളവും ഇല്ല. ഇതേമാതിരിയൊക്കെ തന്നെ ഇപ്പോഴത്തെ പലതും അങ്ങനെ തന്നെ അല്ലേ. ഇനി ഓണായാലും വിഷു ആയാലും ഇനി പെരുന്നാളാണെന്നുണ്ടെങ്കിലും നമ്മളെ 90s കിട്ടിയുള്ള സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ പഴയ കാലത്ത് ഉള്ള സംഭവങ്ങളാണ് ഒക്കെ മിസ്സായിപ്പോയി അല്ലേ. അങ്ങനെ ഗൈസ് പള്ളിയിലൊക്കെ പോയി പള്ളി വരുന്നു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പെരയിൽ നിന്ന് ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇത്രയും വിഭവങ്ങൾ ഇവിടെ ഒരുക്കിക്കണേ. അതായത് ബീൻസ് ഉപ്പേരി തേങ്ങ ഇട്ടുങ്ങാണ്ട് ഇത്രയും ആകെ 2 ആളേ ഉള്ളൂ, കണ്ടമാനം വെച്ച് കൂട്ടിയിരിക്കണം. ചോറ് ഇതാ ഒരു അത് തുറന്ന് വെച്ചെടുക്കല്ല, അത് ഞാനിപ്പോൾ തുറന്നിട്ട് കഴിച്ചു. ചോറ് പിന്നെ കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കോഴിമുട്ട പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല മുരിങ്ങ കൂട്ടാനുണ്ട്, പോരാത്തതിന് വഴുതനങ്ങ ഉപ്പേരിയുണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ അച്ചാറുണ്ട്. 1 2 3 4 കൂട്ടാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇറച്ചി മീനും വെള്ളിയാഴ്ച മറ്റേ വീക്ക് വരാൻ പറഞ്ഞമാർ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ എന്തായാലും വൈകുന്നേരത്ത് സിനുവിനെ കൂട്ടാൻ വേണ്ടി സിനുവിൻ്റെ ഉപ്പാനാക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞാൽ സിനുവിനെയും കുട്ടികളൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരും. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.